നമസ്കാരം. ഇന്നുള്ളത് കർണാടകയിലെ മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുക കേട്ടോ. അതായത് നമുക്കറിയാം സൂര്യകാന്തിയുടെ മനോഹരമായൊരു തോട്ടമുണ്ട് ഇവിടെ. കണ്ടങ്ങൾ എന്ത് ഭംഗിയാന്നല്ലേ, അടിപൊളിയായിട്ടല്ലേ, ഏക്കറ കണക്കിനാട്ടോ. ഓരോന്നിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ അസാധ്യ വലിപ്പമാണ്. നമ്മൾ രണ്ട് കൈയുടെ ഉള്ളനാടിയിൽ കൊള്ളണത്ര വലിപ്പമുള്ള മനോഹരമായ സൂര്യകാന്തിയുടെ പൂവാടോ. ഈ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ഗുണ്ടൽപേട്ട കഴിഞ്ഞാൽ നമുക്ക് കാണാം. രണ്ട് സൈഡുകളിലായിട്ടും ഒരുപാട് തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബാണ്. അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമുക്കറിയാം ഗുണ്ടൽപേട്ട കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് സൈഡുകളായിട്ടും വണ്ടികൾ, വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളീസാണ്, കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെതാണ് ഈ ഒരു തോട്ടം കംപ്ലീറ്റ് മുപ്പതാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ, അതായത് പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇനി മനോഹരമായ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. ഉടനെ തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക. ഒരുപാട് ആളുകൾ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇത്രയും ലോങ് ആയി കിടക്കുന്ന ഒരു സൂര്യകാന്തിയുടെ തോട്ടം കാണാത്ത ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ, അടിപൊളി കാഴ്ചയാണ്. കണ്ടില്ല നിങ്ങൾ, ഏകദേശം എൻ്റെ ഹൈറ്റാണ് ഈ ഒരു സൂര്യകാന്തിൻ്റെ ഒരു ചെടിയാണല്ലേ. കറക്റ്റ് എൻ്റെ ഹൈറ്റാണ്. ഈ ഹൈറ്റ് ഈ കംപ്ലീറ്റ് ഈ തോട്ടം കംപ്ലീറ്റ് ഈ ഒരു ഹൈറ്റിലാട്ടുള്ളത്. അല്ലേ, എന്താ അല്ലേ ഭംഗി, അടിപൊളി കാഴ്ച കേട്ടോ. ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ നേരെ കർണാടകയിൽ പോയി കേട്ടോ. കർണാടകയിൽ പോന്നോളി, മനോഹരമായ കാഴ്ചയാണ്. അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുമോ നിങ്ങൾ?